ഹായ് നമസ്കാരം, ഞാൻ ബീന ആന്റണി. കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് തിരക്കുകളും കാരണങ്ങളായതുകൊണ്ട് ഇപ്പം ഇത്ര നീണ്ടുപോയത്. നമുക്കെല്ലാവർക്കും അറിയാം, അമ്മയിൽ ഇപ്പം ഈ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസൊക്കെ എല്ലാവരും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും, അമ്മയിലെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പബ്ലിക്കിനും ചോദിക്കാം. പക്ഷേ അമ്മ എന്നൊരു സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത്, ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഘടന തന്നെയാണ് എത്രയോ വർഷങ്ങളായിട്ട്. അപ്പൊ അതിലൊരു അതിന്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതൊരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തൊരുമയില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. മാനസികമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമത്തിലാണ്. അപ്പൊ അത് ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഉണ്ടായ ഇഷ്യൂസ് ഒക്കെ അല്ലേ, ഞാനിനി അതൊന്നും തിരിച്ചും പറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ക്ലാരിറ്റി പറയുകയാണേ, എന്റെ പ്രേക്ഷകർ, എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ഇതിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം. അപ്പൊ അന്ന് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഇന്റർവ്യൂവിൽ വന്നപ്പോൾ ഞാനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ശ്വേതയുടെ ആ ഇതിൽ വന്ന ആ ഒരു ഭരണസമിതിക്ക് ഒരുപാട് പിഴവുകൾ ആദ്യം സംഭവിച്ചു. അത് എപ്പോഴും എന്നും ഞാൻ പറയുന്ന കാര്യമാണ്. അവർക്ക് തമ്മിലുള്ള അവരുടെ സ്പ്ലിറ്റ് ആയിട്ട് അവർ പല പല ചേരിയായിട്ട് തിരിഞ്ഞു. ഓരോരുത്തർക്ക് ഈഗോ പ്രശ്നങ്ങൾ വന്നു. ഇതൊക്കെ സംഭവിച്ചത് ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. പക്ഷെ അന്ന് അവരുടെ അന്നത്തെ ജനറൽ ബോഡിയിൽ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോഴൊക്കെ എന്തോ ഒരു ഇത് എനിക്ക് മനസ്സിൽ, അതിന് മുന്നേ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ ഞാനതിൽ ഒപ്പിട്ട ആളാണ്, ഇവര് നിൽക്കണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയതാണ്. പക്ഷെ അവർ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവർക്കൊരു 45 days കൊടുക്കാമെന്ന്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, അതിലൊന്നും ഒരു കാര്യമില്ല. അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്ക് തർക്കങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ തീരുമാനത്തിൽ ഇവര് രാജിവെക്കുകയാണ്. ഈ 17 അംഗങ്ങളുള്ള ആ ഒരു സമിതി രാജിവെച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകുന്നു. പുറത്തു വന്ന് മാധ്യമങ്ങളെ കാണുന്നു. ശ്വേത പറയുന്നു, ശ്വേത പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുന്നു. അമ്മയിൽ നിന്ന് പോകരുതെന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞു. ശ്വേത ആ ഒരു തീരുമാനം ഇപ്പൊ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല. പുള്ളിക്കാരിയുടെ ഇഷ്ടം പറഞ്ഞു, അതങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോ ഈ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള, പിഷാരടി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല ജനപിന്തുണയോടെ ഒരു MLA ആയിട്ട് വന്ന ആളാണ് പിഷാരടി. ഞങ്ങൾക്കൊക്കെ ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ കാര്യത്തിൽ. ആ പിഷാരടി നമ്മുടെ ഈ അമ്മയുടെ ഒരു ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ്. ആ ആള് ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള 2 സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്താണ്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയണം. ഒരിക്കലും വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവര് തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. പിഷാരടി ജയിച്ചപ്പോ പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അത്രയും അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു ഇതെടുത്ത് പുറത്തിട്ടപ്പോ ശ്വേത ഒരു കാര്യം ആലോചിക്കണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കും. ഇത്രയും പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോൾ മറ്റുള്ള പാർട്ടിയിലുള്ളവരും ആൾക്കാരും പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പിഷാരടിയെ ആക്കാൻ പാടില്ലായിരുന്നു ശ്വേത. ഞാൻ അതിൽ ശക്തമായിട്ട് ശ്വേതയോട് പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം ഈ ലാസ്റ്റ് നിമിഷത്തില് പിന്നെ വന്നിട്ട് ശ്വേത പറയുന്നു, ഞാൻ രാജിവെച്ചിട്ടില്ല, ഞങ്ങളുടെ ഭരണ സമിതി ഇനിയും തുടരൂ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ശ്വേത. അതിൽ ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം പിന്നെയും പോവുമല്ലേ? ശ്വേത ഇപ്പൊ ഈ ചെയ്തത്, പിന്നെ നിങ്ങളുടെ ഭരണസമിതി ഇരിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ പുറത്തു പോയതിനെ കുറിച്ചൊക്കെ നമ്മൾ അന്നേ നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങളുടെ പരാജയം സംഭവിച്ചത്. നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നത്. ഇപ്പൊ ശ്വേത തന്നെയല്ലേ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിനെന്ത് ന്യായമാണ് ശ്വേതയ്ക്ക് പറയാനുള്ളത്? അപ്പൊ എനിക്ക് വളരെ അതിനുള്ള ഒരു എതിർപ്പ് എന്റെ പേഴ്സണൽ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ആ ചെയ്തതിനോട് എനിക്ക് ഒരിക്കലും ശ്വേതയോട് യോജിക്കാൻ കഴിയില്ല.
പിഷാരടിയോട് ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. പിന്നെ ഈ ഒരു സംഭവത്തിലും എന്തായാലും എല്ലാവരും വളരെയധികം വേദനയോടെ നോക്കിക്കാണുന്നു ഇനി അമ്മയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. അമ്മ എന്ന സംഘടനയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നയിക്കാനും ശക്തമായിട്ടുള്ള നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനൊക്കെ മുൻപന്തിയിലേക്ക് ഇറങ്ങണം. ഇത് ഞങ്ങളുടെ ഹംബിൾ റിക്വസ്റ്റ് ആണ്. നമ്മളുടെ അമ്മയെ രക്ഷിക്കാൻ നിങ്ങളൊക്കെ തന്നെ മുന്നിലുണ്ടാവണം. താങ്ക് യു.